നമസ്കാരം. സംസ്ഥാന കോൺഗ്രസിലെ ഒരു പുതിയ ദ്വയത്താരോദയത്തിനാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സാക്ഷിയായിരിക്കുന്നതും തുടക്കം കുറിച്ചിരിക്കുന്നതും. വീരഭദ്രാസനം, നാഡീശോധ, പ്രാണായാമം, ദണ്ഡാസനം, സേതുബന്ധാസനം, ഒടുവിൽ PV അൻവറിനെ പിടിച്ചൊരു യോഗനിദ്ര. അങ്ങനെ പയറ്റാവുന്ന എല്ലാ അടവും തടയുമൊക്കെ പയറ്റി വേണ്ടി വന്നാൽ പ്ലാവിൻ്റെ വേരിലും ചക്ക കയ്പ്പിക്കാം. അത് ഏത് PV അൻവർ കീടത്തിൻ്റെ രൂപത്തിൽ വന്നാലും കയ്പ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുന്നു VD സതീശനും മറ്റാരാണ് സാക്ഷാൽ KC വേണുഗോപാലും. അതെ, കോൺഗ്രസിൻ്റെ ആ ഇടക്കാല ഉപതെരഞ്ഞെടുപ്പ് തന്ത്രം വിജയിച്ചിരിക്കുന്നു. ഇനി ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ സതീശനിസം എന്നൊന്നില്ലെന്ന് പുലമ്പിയാലും ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നത്, കേരളം സാക്ഷിയാകാൻ പോകുന്നത് പിണറായിസം വേഴ്സസ് സതീശനിസത്തിനാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷത്തെ നേതൃസ്ഥാനവും അതുവഴി ഭാവി മുഖ്യമന്ത്രി സ്ഥാനവും നേടാൻ വെച്ച പൊങ്കാലക്കലം അങ്ങ് വാങ്ങി വെച്ച് കഴിഞ്ഞു. അരി വെന്തില്ല. ഇനി 5 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഭരണം തുടങ്ങി 1 വർഷത്തിനകം പൊങ്കാലിട്ടൽ മതിയെന്നാണ് രമേശ് ചെന്നിത്തലയുടെയും കുടുംബത്തിൻ്റെയും തീരുമാനം. അൻവർ കനത്ത ഭീഷണി ഉയർത്തിയെങ്കിലും സതീശൻ്റെ ലക്ഷ്യം PV അൻവറിൻ്റെ പതനം തന്നെയായിരുന്നു. രണ്ടാമതായിരുന്നു സ്വരാജിൻ്റെ പതനം. അത് നടന്നു. അൻവറിൻ്റെ ലക്ഷ്യമാകട്ടെ VD സതീശൻ്റെ അടിത്തറ ഇളക്കുകയായിരുന്നു. അൻവർ കുറേ വോട്ട് പിടിച്ചെങ്കിലും സതീശനെ കുലുക്കാൻ പോലും സാധിച്ചില്ല. സതീശനോടൊപ്പം ഇപ്പോൾ ഹൈക്കമാൻഡുണ്ട്, അതിനപ്പുറം KC വേണുഗോപാലുണ്ട്. എളിമയുടെ രൂപമായി ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസിൽ KC വേണുഗോപാൽ എന്ന AICC ജനറൽ സെക്രട്ടറി. സതീശൻ ഫ്രെയിം ചെയ്ത നിലമ്പൂർ പിടിച്ചെടുക്കൽ തന്ത്രം, ഒരു പതിറ്റാണ്ട് കാലം വരെ നിലമ്പൂരിൽ ആധിപത്യം ഉറപ്പിച്ച് നിൽക്കുക എന്ന ഇടത് പ്രഖ്യാപിത ലക്ഷ്യത്തിനെ തകർത്തുകൊണ്ടാണ് സതീശൻ ഈസിയായി അടിച്ചെടുത്തത്. ലക്ഷ്യം പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയമായിരുന്നു. മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. അണിയറയിൽ കരുനീക്കിയതും തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതും പക്ഷേ KC വേണുഗോപാൽ എന്ന രാജ്യത്തെ കോൺഗ്രസിലെ അതികായൻ. ലൈംലൈറ്റ് ഒരിക്കലും ആഗ്രഹിക്കാത്ത, അണിയറയിൽ പ്രവർത്തിച്ച് പാർട്ടിക്ക് വിജയം ഒരുക്കുന്ന വേണു സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് കോൺഗ്രസിനെ കരുത്താകുന്നത് ഇങ്ങനെയൊക്കെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരുടൻ ഷൗക്കത്ത് തൻ്റെ ജയം ഉറപ്പിക്കുമ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സതീശനിസത്തിൻ്റെ ജയമായി തന്നെ അത് അടയാളപ്പെടുത്തും. ജയം ഉറപ്പുള്ളൊരു സീറ്റ് സതീശൻ്റെ നിർബന്ധ ബുദ്ധി കാരണം നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും രാഷ്ട്രീയ ജ്യോത്സ്യന്മാർ പ്രവചിച്ചിരുന്നു. M സ്വരാജിനെ പോലൊരു അതിശക്തനായ നേതാവിനെ CPM തങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിച്ച് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം ഒരുക്കി വിട്ട CPMൻ്റെ ആത്മവിശ്വാസത്തിന് പോലും സതീശൻ്റെ ഈ ഒരു സീറ്റിലുള്ള ത്യാഗമായിരുന്നു വിജയപ്രതീക്ഷ. എന്നാൽ PV അൻവർ എന്ന അധികായനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അൻവർ ഇപ്പോൾ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കി UDFൻ്റെ പടിക്ക് പിടിച്ചു പുറത്ത് നിർത്തിയത് തുടക്കം മുതലുള്ള സതീശൻ്റെ പിടിവാശിയായിരുന്നില്ല, അതൊരു പ്രതിപക്ഷ നേതാവിൻ്റെ ആത്മവിശ്വാസം കൂടിയായിരുന്നു. ഇത് അടിവരയിടുന്നതാണ് ഇപ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. അടവ് നയങ്ങളെയും കോംപ്രമൈസ് പൊളിറ്റിക്സിനെയും കടക്ക് പുറത്തെന്ന് തുടക്കത്തിലേ പറഞ്ഞ് വിരൽ ചൂണ്ടി പുറത്തു നിർത്തിയ സതീശൻ, VD സതീശൻ ചില്ലറക്കാരനല്ലെന്ന് കേരളത്തിലെ സ്വയം പ്രഖ്യാപിത ഗ്രൂപ്പ് നേതാക്കൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം കണ്ണിലെ കണ്ടായിരുന്നു VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. K സുധാകരൻ എന്ന കണ്ണൂർ സിംഹം ഇപ്പോൾ പല്ലൊക്കെ കൊഴിഞ്ഞു, സടയും കൊഴിഞ്ഞു. ആ കണ്ണൂർ സിംഹം പോലും KPCC പ്രസിഡന്റ് നിന്നും പടിയിറങ്ങേണ്ടി വന്നത് VD സതീശനോടുള്ള ഉൾപ്പാർട്ടി തർക്കത്തിൻ്റെ അനന്തരഫലമായിട്ടായിരുന്നു. സുധാകരൻ മാത്രമല്ല, രമേശ് ചെന്നിത്തല ഗതി എന്തായി, കുഞ്ഞാലിക്കുട്ടി എന്തായി? ഈ ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ ഒപ്പം നിർത്തി ഒക്കച്ചങ്ങാതിയായി നിർത്തണമെന്ന് കടുപ്പിച്ച് പറഞ്ഞിട്ടും VD സതീശൻ ngേഹേ വഴങ്ങിയില്ല. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഏകാധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നതൊക്കെ തട്ടിവിട്ടു. സതീശൻ മൈൻഡ് ചെയ്തില്ല. എടുക്കച്ചരക്കായ PV അൻവറിനെ ഒക്കത്തെടുത്തുള്ള നാണംകെട്ട കളി നിലമ്പൂരിൽ കളിക്കാൻ എന്തായാലും താനില്ലെന്ന നിശബ്ദമായൊരു പ്രഖ്യാപനം. പക്ഷേ സതീശൻ പലതവണ അത് ഉറക്കെ വിളിച്ച് പറയുകയും ചെയ്തു. അതാണ് അൻവറിൻ്റെ കാര്യത്തിൽ സതീശൻ സ്വീകരിച്ചത്. അൻവറിനെ കൂടെ കൂട്ടി നിലമ്പൂർ പിടിച്ചെടുക്കുക എന്ന എളുപ്പ വഴി പല കോൺഗ്രസ് ഘടകകക്ഷി നേതാക്കളും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളുമൊക്കെ മുന്നോട്ട് വെച്ചപ്പോഴും VD സതീശൻ കുലുങ്ങിയില്ല, അക്ഷോഭ്യനായി നിന്നു, വഴങ്ങിയില്ല. നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ ആരുടൻ
KC വേണുഗോപാൽ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ്. ചരക്കുന്നിലോ വല്ല നേതൃ ക്യാമ്പും സംഘടിപ്പിച്ച് എത്രയും പെട്ടെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ഇതിൽ ഉദ്ബോധിതരാക്കണം. കെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം ജനമനസ്സുകളിൽ ഇന്നും സ്ഥാനമുറപ്പിച്ച് നിൽക്കുന്നത് അവർക്ക് മാത്രം സ്വന്തമായ ഒരു രാഷ്ട്രീയ ശൈലിയിലൂടെയാണ്. കെ കരുണാകരൻ്റെ കണ്ണീർക്കാണെങ്കിൽ, ആ കുതന്ത്ര ബുദ്ധിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, രാഷ്ട്രീയം നോക്കാതെ ഒപ്പം നിർത്തുന്ന ഒരു സമീപനമായിരുന്നു. ഇന്നത്തെ കോൺഗ്രസിൽ ആ ശ്രേണിയിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരേ ഒരു നേതാവേ ഉള്ളൂ, KC വേണുഗോപാൽ. തെളിയിച്ചു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപന നിമിഷം മുതൽ കോൺഗ്രസിനെ ആക്രമിക്കാൻ അവസരം നോക്കി നിൽക്കുകയായിരുന്ന രാഷ്ട്രീയ എതിരാളികളുടെയും ഭരണകൂടത്തിൻ്റെ വാർത്തകൾ നിരന്തരം പടച്ചുവിടുന്ന ചില മാധ്യമങ്ങളുടെയും മുന്നിലേക്കാണ് യാതൊരു വിവാദത്തിനും വഴി കൊടുക്കാതെ ആരുടെ ഷൗക്കത്ത് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിടിച്ചുകൊണ്ട് വെച്ചു കൊടുത്തത്. അങ്ങനെ മുന്നണി നയതന്ത്രത്തിലെ ചാണക്യനാണ് താനെന്ന് KC വേണുഗോപാലും തെളിയിച്ചു. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നെങ്കിലും KC വേണുഗോപാലിൻ്റെ കടുത്ത നിലപാടാണ് ഡൽഹിയിൽ നിന്നുള്ള അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനായാസമാക്കിയത്. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ VS ജോയിയുടെ കൂടെ സമ്മതം ഉറപ്പുവരുത്തി. VS ജോയ് തന്നെ തുറന്നു പറഞ്ഞു, താനല്ല മത്സരിക്കേണ്ടത്, ഷൗക്കത്ത് തന്നെയാണെന്ന്. മറ്റാരെക്കാളും സജീവമായ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ജോയിയോട് ആവശ്യപ്പെട്ടത് KC വേണുഗോപാൽ. അവിടെ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ ആ വജ്രായുധം തൻ്റെ കയ്യിലേക്ക് എടുക്കുന്നത്. സമ്പൂർണ്ണ ഐക്യത്തോടെ പിന്നീട് അങ്ങോട്ട് നിലമ്പൂരിൽ ഷൗക്കത്തിന് വേണ്ടി എല്ലാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തിക്കുകയും ചെയ്തു. വിവാദങ്ങളൊക്കെ ഭയന്ന് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ UDF പക്ഷത്തു നിന്നും കോൺഗ്രസിൻ്റെ പക്ഷത്തു നിന്നും കോൺഗ്രസ് നേതാക്കൾ മടിച്ചു നിന്നപ്പോഴാണ് KC വേണുഗോപാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് രംഗത്തെത്തി സർക്കാർ കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പ്രഖ്യാപിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞു. അതേറ്റുപിടിച്ച് ഇടതുമുന്നണിയും CPM-ഉം മുന്നോട്ട് പോയപ്പോൾ പെൻഷൻ വിതരണത്തിനായി പെട്രോൾ, ഡീസൽ, സെസ് അടക്കം കോടികൾ പിരിച്ചെടുത്തിട്ടും മാസങ്ങളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ആർക്കായി? KC വേണുഗോപാലിൻ്റെ ആ ചാണക്യതന്ത്രങ്ങൾക്കായി. വേണുഗോപാലിൻ്റെ പ്രസ്താവന ഏറ്റെടുത്ത് കടന്നൽക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ ആക്രമണവുമായി രംഗത്തെത്തിയ CPM-ന് ഈ വിഷയത്തിൽ, പെൻഷൻ വിഷയത്തിൽ അടിപതറുകയും ചെയ്തു. കോൺഗ്രസ് നിലപാട് ഈ വിഷയത്തിൽ ശരിയാണെന്ന് ജനങ്ങൾ കൂടി തീരുമാനിക്കുന്നതായിരുന്നു KC വേണുഗോപാലിൻ്റെ ഈ സ്റ്റാൻഡിന് നിലമ്പൂരിൽ കയ്യടി കിട്ടിയതോടെ. നിലമ്പൂരിൽ പിന്നെ സംഘടനയ്ക്കും മുന്നണിക്കും ഇടയ്ക്കുണ്ടായിരുന്ന എല്ലാ അസൗകര്യങ്ങളും പറഞ്ഞു തീർക്കാൻ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതെല്ലാം പറഞ്ഞു തീർത്ത് ഒരു കോംപ്രമൈസ് റൂട്ടിലേക്ക് പാർട്ടിയെയും മുന്നണിയൊക്കെ കൊണ്ടുവരാൻ KCക്കായി. ലീഗ് നേതൃത്വവുമായി ഒട്ടനവധി കൂടിക്കാഴ്ചകൾ നടത്തി. ആദ്യത്തെ സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലെ കൺവെൻഷനിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയും KC ഇടപെട്ടു. നിലമ്പൂരിൽ ആദ്യ അവസരം ലീഗിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള നേതാക്കളും അണികളും ഉണ്ടെന്ന് KC ഉറപ്പുവരുത്തി. അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ തുറന്നടിച്ചപ്പോൾ അയാളെ നേരിട്ട് കാണാൻ പോലും വിസമ്മതിച്ചുകൊണ്ട് വ്യക്തി താല്പര്യങ്ങൾക്ക് മുകളിലാണ് സംഘടനയെന്ന് സംശയമൊന്നുമില്ലാതെ KC വേണുഗോപാൽ പ്രഖ്യാപിച്ചു. അൻവർ തന്നെ വിളിച്ചു പറഞ്ഞു താൻ KCയെ കാണാൻ കാത്തു നിന്നിട്ട് KC വാതിൽ തുറന്നില്ലെന്ന്. അവിടെയും വിജയം KC വേണുഗോപാലിനായിരുന്നു. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം UDF വോട്ടുകൾ ചോർത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ PK കുഞ്ഞാലിക്കുട്ടി അടക്കം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നത് KC വേണുഗോപാലിൻ്റെയും VD സതീശിൻ്റെയും മറ്റൊരു ചാണക്യതന്ത്രത്തിൻ്റെ ഒരു ഏടാണ്. ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിടത്തും മേനി പറഞ്ഞ് ആളാകാൻ നോക്കിയില്ല. കാരണം KC വേണുഗോപാലിന് അറിയാമായിരുന്നു താൻ AICCയുടെ ആളാണെന്ന്, കേരള കോൺഗ്രസിലെ ആളല്ലെന്ന്. തൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ എല്ലായ്പ്പോഴും പ്രവർത്തകരുടെ അഭിപ്രായം, അധ്വാനം ഇതൊക്കെ KC വേണുഗോപാൽ കണ്ടെന്ന് നടിച്ചു ഉയർത്തി കാട്ടുകയും ചെയ്തു. രാജ്യത്ത് എവിടെയെങ്കിലും കോൺഗ്രസ് തോറ്റാൽ അതിനെല്ലാവരും ഇപ്പോൾ പഴി പറയുന്ന വേണുഗോപാലിനെ ഇപ്പോൾ പാർട്ടിക്ക് നിർണായക വിജയങ്ങളുണ്ടാകുന്ന വ്യക്തിയെ കാണുകയാണ് ഹൈക്കമാൻഡും. പക്ഷേ ആരും കോൺഗ്രസ് ജയിക്കുമ്പോൾ KC വേണുഗോപാലിനെ ഇതേവരെ അഭിനന്ദിച്ച് കണ്ടിട്ടില്ല. ഇവിടെയും ഇനി എങ്ങനെയെന്ന് അറിയില്ല. അംഗീകാരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒരിടത്തും KC വേണുഗോപാൽ അതിനെക്കുറിച്ച് ഒരു പരിഭവം പറഞ്ഞു കേട്ടില്ല എന്നുകൂടി പറയേണ്ടി വരും. ഇത്രത്തോളം സംഘടനയുമായി ഇഴകി നിന്നൊരു ദേശീയ നേതാവിനെ കോൺഗ്രസിന് അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറയാം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് പോലും കേരളത്തിൽ വന്നാൽ ഒരു ആവേശം ഓളം ഉണ്ടാക്കാമെന്നല്ലാതെ ഈ ഒരു അന്തർധാര ഉണ്ടാക്കിയെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ടാണ് അവകാശവാദങ്ങളൊന്നുമില്ലാതെ പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ കോൺഗ്രസിൻ്റെ ഭാവി ഇനി അങ്ങോട്ട് സുരക്ഷിതമാണെന്ന് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അടിവരയിടുന്നത്. പിന്നെ
കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം വച്ചൊഴിഞ്ഞപ്പോൾ പകരം വന്ന സണ്ണി ജോസഫിനെ നിലമ്പൂർ കണ്ടതാണ്. സുപ്രധാനമായ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സുധാകരനെ പോലെ തന്നെ പാർട്ടിയെ നയിക്കാൻ സണ്ണിക്ക് സാധിച്ചില്ല. അൻവറിൻ്റെ കാര്യത്തിൽ സുധാകരൻ്റെ നിലപാട് അൻവറിനെ തിരിച്ചെടുക്കണമെന്നായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല. അതേസമയം ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് അണിവിട വ്യതിചലിക്കാതെ തൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് കാണിച്ച VD സതീശൻ തൽക്കാലം പാർട്ടിയേക്കാൾ വലിയൊരു നേതാവായി ഇതാ കേരളത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ തലത്തിൽ KC വേണുഗോപാലും കേരളത്തിൽ VD സതീശനും. ഇപ്പോൾ ഈ ദ്വയമുഖമാണ്, ഈ രണ്ടുപേരാണ് ഇപ്പോൾ ഇനി കോൺഗ്രസിൻ്റെ ഭാവി 2026 തീരുമാനിക്കാൻ പോകുന്നതെന്ന് ഇവിടെ നിലമ്പൂർ വ്യക്തമായി പറയുകയാണ്.